ഹലോ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോളേജ് ഫ്രെയിമാണ്. അതിനു വേണ്ടിയിട്ട് ക്യാൻവ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് സെർച്ച് ബാറിൽ പോയിട്ട് ഹാർഡ് കോളേജ് ഫ്രെയിം എന്നടിച്ചു കൊടുക്കുക. ഇപ്പോൾ ഒരുപാട് കോളേജ് ഫ്രെയിംസ് വരും. അതിൽ നമ്മൾ ബാർകോഡ് ഇല്ലാത്തത് സെലക്ട് ചെയ്യാം. ഞാൻ ഈ ടെംപ്ലേറ്റ്സ് ആണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. നമുക്ക് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഒരുപാട് കോളേജ് ഫ്രെയിമുകൾ ഹെഡ് ഷേപ്പിലുള്ളത് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. ഇനി നെക്സ്റ്റ് ഇതിൽ ഓരോ ഇമേജുകളും നമ്മൾ ഡിലീറ്റ് ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ ആൾറെഡി ഉള്ള ഇമേജൊക്കെ ഡിലീറ്റ് ഓപ്ഷനിൽ പോയിട്ട് ഡിലീറ്റ് ഇമേജ് കൊടുക്കുക. ഇനിയിപ്പോൾ ഓരോന്നായിട്ട് ഇമേജ് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഇമേജ് ഡിലീറ്റ് ചെയ്യാം. ഇതിലെല്ലാം ഡിലീറ്റ് ഇമേജാണ് കൊടുക്കേണ്ടത്. ഡിലീറ്റ് ഫ്രെയിം കൊടുത്താൽ മൊത്തത്തിൽ നമ്മളെ ഫ്രെയിം മൊത്തത്തിൽ പോകും. അപ്പോൾ ഡിലീറ്റ് ഇമേജ് കൊടുക്കുക. ഞാൻ ഇതുപോലെ ഒത്തിരി ഇമേജസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഓരോന്ന് ക്രോപ്പ് ചെയ്തിട്ട് താഴെയുള്ള ഫ്രെയിമിലേക്ക് ആഡ് ആക്കി കൊടുക്കുക. ഇപ്പോൾ എല്ലാ ഫ്രെയിമിലും ഇമേജുകൾ ആഡാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തിട്ട് വൈറ്റ് കളറാക്കി കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ വൈറ്റ് കളറായിട്ടുണ്ട്. ഇനി മുകളിൽ താഴേക്കുള്ള ആരോ മാർക്കിൽ പോയിട്ട് ഫോട്ടോ ആയിട്ട് സേവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ഫോട്ടോ ആയിട്ട് നമ്മളെ ഗാലറിയിലേക്ക് സേവ് ആയിട്ടുണ്ട്. ഇനി ബാക്ക് അടിച്ച് പോയിട്ട് വീണ്ടും ക്യാൻവ ഒന്നുകൂടെ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് സെർച്ച് ബാറിൽ പോയിട്ട് നമ്മൾ ഏത് ഫ്രെയിമിലേക്കാണോ ഇത് ചെയ്യുന്നതെങ്കിൽ ആ ഫ്രെയിമിൻ്റെ ഡോക്യുമെൻ്റ് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ A3 ഫ്രെയിമാണ് അടിക്കുന്നത്. A3 ഡോക്യുമെൻ്റ് എന്ന് സെർച്ച് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങളെ കയ്യിൽ A4 ആണെങ്കിൽ A4 ഡോക്യുമെൻ്റ് എന്ന് സെർച്ച് ചെയ്യാം. A3 ആണെങ്കിൽ A3 ഡോക്യുമെൻ്റ് എന്ന്, അഥവാ ഇനി A5 ആണ് ഫ്രെയിമെങ്കിൽ A5 ഡോക്യുമെൻ്റ് എന്ന് സെർച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ താഴെ സ്ക്രോൾ ചെയ്യുമ്പോൾ ക്രിയേറ്റ് ബാങ്ക് പേജ് കാണും. അത് ക്ലിക്ക് ചെയ്യാം. താഴെ കാണുന്ന ഗാലറിയിൽ പോയിട്ട് നേരത്തെ നമ്മൾ സേവ് ചെയ്ത് വെച്ച ഫോട്ടോ കോളേജ് എടുക്കുക. അത് ഇതിലേക്ക് സെറ്റാക്കിയിട്ട് കൊടുക്കുക. ക്രോപ്പ് ചെയ്തിട്ട് സൈഡിലുള്ള കോണിലിട്ട് വലിച്ച് ക്രോപ്പ് ചെയ്യാം. ഇതൊന്നും കൂടി ക്രോപ്പ് ചെയ്ത് ചെറുതാക്കിയാൽ ഒന്നും കൂടി നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് കൂടും. അപ്പോൾ ഇതുപോലെ ഞാൻ കറക്റ്റ് ഒന്നും കൂടി ലെങ്ത്ത് കൂട്ടി വലുതാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് സെൻറ്ററിലേക്ക് ആക്കി കൊടുക്കുക. മുകളിൽ ഒരു പർപ്പിൾ ലൈൻ വരും. അപ്പോൾ ആ ലൈന് കറക്റ്റ് വന്നാലാണ് നമ്മളത് സെൻറ്ററിലേക്കായി എന്ന് നമുക്ക് മനസ്സിലാവുക. അപ്പോൾ ഇതുപോലെ സെറ്റാക്കുക. അതിന് ശേഷം നമുക്ക് മുകളിൽ എന്താണ് എഴുതുന്നതെങ്കിൽ ആ ടെക്സ്റ്റ് എഴുതാൻ വേണ്ടി താഴെയുള്ള ടെക്സ്റ്റ് ഓപ്ഷനിൽ പോയിട്ട് ആഡ് ഹെഡിങ്സിൽ പോയിട്ട് നമ്മൾ എഴുതുന്ന ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് മുകളിലേക്കാക്കി കൊടുക്കുക. ഇതിൻ്റെ ഫോണ്ട് ചേഞ്ച് ചെയ്യാം.
ശേഷം സൈസ് ഒന്നും കൂടി ചെറുതാക്കുന്നുണ്ട്. കോളേജ് ഫ്രെയിം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഇത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിലേക്കുള്ള ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഡൗൺലോഡ് ഓപ്ഷൻ കൊടുക്കുക. PDF പ്രിൻ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ്